4 യുഗങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്കായിരുന്നു ഇന്നത്തെ യാത്ര. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ശാന്തമായ ഒരു ഗ്രാമമാണ് കരിഞ്ച. അവിടെ ശിവനും പാർവതീദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമുണ്ട്. അതാണ് ശ്രീ കരിഞ്ചേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. മനോഹരമായ ഒരു കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പച്ചപ്പും പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകളും അതോടൊപ്പം തന്നെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ്. കരിഞ്ചേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് കരിഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ അടിവാരം എന്ന് പറയുന്നത്. അതായത് അടിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 600-ലധികം സ്റ്റെപ്പുകൾ കയറി വേണം ആദ്യത്തെ ക്ഷേത്രത്തിലെത്താൻ. ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് പാർവതീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ഈ സ്റ്റെപ്പുകൾ കയറി മുന്നോട്ട് പോകും തോറും ചുറ്റുമുള്ള മലനിരകളുടെയും പ്രകൃതി ഭംഗികളുടെയും കാഴ്ചകൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഇരുന്നും ഒക്കെ എൻ്റെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് പാർവതീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. അങ്ങനെ ഏകദേശം 600-ലധികം സ്റ്റെപ്പുകൾ കയറിയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് കരിഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ ആദ്യത്തെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ക്ഷേത്രം പാർവതീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ സാധാരണയായിട്ട് കടന്നു വരുന്ന ജനങ്ങളൊക്കെ തേങ്ങ ഉടച്ചിട്ട് ആണ് മുകളിലേക്ക് കയറി പോകുന്നത്. ഒന്നാമത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ട് കുന്നിന്റെ മുകളിലുള്ള കരിഞ്ചേശ്വര ക്ഷേത്രത്തിലേക്ക് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിലാണ് പ്രസിദ്ധമായ ഗദാതീർത്ഥവും ഉൻഗുസ്ത തീർത്ഥവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ശ്രീ കരിഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ താഴെ മുകളിലുമായിട്ട് നിരവധി ജലാശയങ്ങളുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഭീമൻ തന്റെ ഗദ ഉപയോഗിച്ച് പ്രശസ്തമായ ഗദാതീർത്ഥം സൃഷ്ടിച്ചതായിട്ട് പറയപ്പെടുന്നു. ഈ ഒരു തീർത്ഥം നമ്മൾ അടിവാരത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേനൽക്കാലം ഉൾപ്പെടെ വർഷം മുഴുവനും ഗദാതീർത്ഥത്തിൽ വെള്ളം നിറഞ്ഞിരിക്കും എന്നാണ് ഐതിഹ്യം. കുറച്ച് തീർത്ഥാടകർ മാത്രമേ ഇവിടെ സ്നാനം ചെയ്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ളൂ. കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് പ്രശസ്തമായ ഗദാതീർത്ഥം എന്നറിയപ്പെടുന്നത്. കുന്നിന്റെ മുകളിലേക്ക് പോകും തോറും ജാനു തീർത്ഥ, ഉംഗിഷ്ട തീർത്ഥ എന്നീ 2 ജലാശയങ്ങൾ കൂടി കാണാനായിട്ട് സാധിക്കും. അതായത് എല്ലാ ദിവസവും ഈ അമ്പലത്തിലെ പൂജാരി ജാനു തീർത്ഥത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഭീമനാണ് ഉംഗിഷ്ട തീർത്ഥം സൃഷ്ടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഉംഗിഷ്ട എന്ന വാക്കിന്റെ അർത്ഥം തള്ളവിരലാണ്. പാറയിൽ ഒരു വലിയ തള്ളവിരൽ അടയാളം കാണാം. വെള്ളം അതിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കുളമാണ് ജാനു തീർത്ഥം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ കരിഞ്ചേശ്വര ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ 2 സൈഡിലും നമുക്ക് നടന്നു പോകാനായിട്ട് കമ്പികൾ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ പാറക്കല്ലുകളാണ്. അപ്പോൾ ഈ കമ്പിയിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും അങ്ങ് താഴെ കാണുന്ന ഗദാതീർത്ഥം എല്ലാം ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്.
അങ്ങനെ കുന്നുകൾ കയറി കരിഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ മുന്നിൽ കാണുന്നതാണ് 4 യുഗങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. വിശ്വാസമനുസരിച്ച് കൃതായുഗത്തിൽ രൗദ്രഗിരി എന്നും ത്രേതായുഗത്തിൽ ഗജേന്ദ്രഗിരി എന്നും ദ്വാപരയുഗത്തിൽ ഭീമശിലയെന്നും കലിയുഗത്തിൽ കരിഞ്ചഗിരി എന്നും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കരിഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്ന മലനിരകളെല്ലാം പശ്ചിമഘട്ട മലനിരകളാണ്. അതായത് കൊടിയ മലനിരകൾക്ക് നടുവിൽ വലിയൊരു പാറക്കുന്നിന് മുകളിലായിട്ടാണ് ശ്രീ കരിഞ്ചേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.